ഹലോ, ഞാൻ ലിപിൻഡി. അപ്പൊ ഇപ്പോഴത്തെ സംഭവം എല്ലാവർക്കും അറിയാലോ. അതായത് വീണ ജോർജ്, മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരില് ആക്രമിച്ച് കൊലപ്പെടുത്താൻ നോക്കിയോ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കേസ് വന്നേക്കണേ. അതിന്റെ കാര്യത്തിലേക്കൊന്നല്ല ഞാൻ പോണത്. പക്ഷെ ഈ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊന്ന് കാണും, അത് കണ്ടിട്ട് പറയാം. ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. ചില ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ LDF-നൊപ്പമുള്ള അവരുടെ ദില്ലിയിലെ അംബാസഡറായ ശ്രീ കെ വി തോമസ് ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ 2002 കോഴിക്കോട് സംഭവിച്ചു എന്ന് കാണുക. കാലത്ത് 11 യൂണിവേഴ്സിറ്റി എക്സ്പ്രസിലൊക്കെ ഇത്രയും പേരോ കരിങ്കൊടി കാട്ടിയത്? കരിയോയില് മന്ത്രിയുടെ മേത്തേക്ക് എറിഞ്ഞാൽ ഇത്രയും പേരോ ഈ കരിങ്കൊടി കാട്ടിയെന്നും പറഞ്ഞു? എന്തൊക്കെ കാണണം നോക്കാം. അതൊന്നും വിഷയമില്ല. സമരത്തിന് ഉമ്മൻചാണ്ടി ഇതാണ്. എന്നിട്ടാണ് ഇവിടെ അന്ന് ഇനി ഇതാണ് CPM-ന്റെ ഗുണ്ടകളായി കാണുന്നത്. വടിക്കല്ലേ ഇപ്പൊ എറിഞ്ഞത്? ഗ്ലാസ് പൊട്ടി. ഉമ്മൻചാണ്ടിയുടെ മുഖത്തൊക്കെ മുറിവും പറ്റിയതാ. ഞങ്ങളത് നേരിട്ട് കണ്ടതാണ്. ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞ് നമ്മളായിട്ട് ഒരു ഇവിടെ അംഗവല്ല വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കണ്ടായിരുന്നു. ഈ കല എന്റെ എടാ ഇതൊരു മീറ്റിംഗ് കല മുഖത്ത്. എന്നിട്ട് ഇപ്പൊ കളവെക്ക് ആ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയല്ല. കാര്യം പറഞ്ഞ ഇപ്പൊ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാട്ടിന്ന് പറഞ്ഞപ്പോ കരിങ്കൊടി കാട്ടില്ല, അതായത് KSUവിന്റെ പിള്ളേര്. അപ്പൊ കരിങ്കൊടി കാട്ടിയത് ഇപ്പൊ 5 പിള്ളേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെന്നും പറഞ്ഞ എന്തോ ഒരു ഇത് കണ്ടിരുന്നു. വധശ്രമത്തിന് കേസെടുത്തെന്നും പറഞ്ഞു 5 പിള്ളേർക്കെതിരെ. അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ നോക്കാം. കാരണം അത് എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അതെ, കാണിച്ചത് ഇതാണോ? 5 പേര് കസ്റ്റഡിയില്. വീണ ജോർജിനെതിരെയുള്ള വധശ്രമത്തിന് കേസ് 5 പേർക്കെതിരെ 5 പേര് അറസ്റ്റ് ചെയ്തു. FIR ഒക്കെ ഇട്ടു തോന്നുന്നു. അത് ഞാൻ കണ്ടിരുന്നല്ലോ. FIR ഒക്കെ ഇട്ടു. ഇതാണ്ടാ, അത് ഞാൻ കണ്ടിത്തരാം. FIR ഇട്ടത് ഞാൻ കണ്ടിത്തരാം. FIR ഇട്ടത് കണ്ടിരുന്നു. അതേനാ, വീണ ജോർജിനെ മാരകായുധം കൊണ്ട് വധിക്കാൻ ശ്രമിച്ചു, കൊല്ലണ എന്ന് ആക്രോശിച്ച് പ്രതികൾ പാഞ്ഞെടുത്തു. FIR-ലെ വിവരങ്ങൾ. ആ വീഡിയോയിൽ ആരെങ്കിലും അങ്ങനെ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല.
അവരവിടെ കരിങ്കൊടി കാട്ടാൻ വന്നു. അത് ജനാധിപത്യ രീതിയല്ല കരിങ്കൊടി കാട്ടുമെന്ന് പറഞ്ഞ ആ രീതിയിൽ അവർ കാണിക്കാൻ വന്നു, കരിങ്കൊടി കാട്ടാൻ വന്നു. ആ സമയം കൂടെ ഉണ്ടായ പോലീസുകാരൊക്കെ തടഞ്ഞു മാറ്റുകയും ചെയ്തൂല. പിന്നെ ഇത് എന്തിന്റെ പേരിലാ ഇങ്ങനെ കേസ്? അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞപ്പോ അവരുടെ അറിയാലോ, അതിന്റേക്കുള്ളൂ. ഇനി വേറൊരു കാണാൻ പറ്റില്ല. ഇത് ഹോസ്പിറ്റലിലാണ്. ഇത് ഹോസ്പിറ്റലിലാണ്. കഴുത്തിനൊക്കെ ഇങ്ങനെ ഇഞ്ചുറി പറ്റിയ ഒരാളിങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട്, അതായത് ഒരു ബാക്ക് റെസ്റ്റ് ഒന്നും സാധനം ഇല്ലാണ്ട് വെറുതെ പറ്റി കേട്ടോ. എനിക്കറിയാൻ പാടില്ല അതിനെ കുറിച്ച് കൂടുതൽ. എന്തെങ്കിലാവട്ടെ, അവരുടെ രീതി അവരുടെ രീതി. അവരുടെ രീതി ഇപ്പൊ എന്ത് നല്ലല്ല. പക്ഷെ ഇതൊന്നും അത്ര ശരിയല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി വേറെ കൂടെ കാണിച്ചു തരാം. നോക്കട്ടെ. ഈ സാധനം ഞങ്ങൾ കണ്ടോക്കി. ഇതാകട്ടെ. ഇതാണ് ഇപ്പൊ വീണായോട് പരാതിയിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ കഴുത്തിലും കയ്യിലും മുറിവേറ്റുന്ന. ഇത് ഈ അടിയിൽ കാണുന്ന ഈ ഫോട്ടോ, ഈ കയ്യില് റൗണ്ട് വെച്ചുള്ള ഫോട്ടോ ഇല്ലേ, അത് 4 ദിവസം മുമ്പ് എടുത്ത ഫോട്ടോയാണ്. 4 ദിവസം മുമ്പ് എടുത്ത ഫോട്ടോയിലും ആ മുറിവുണ്ട്. ഇതാണ്ട ആ മുറിവുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇന്നിപ്പോ അവിടെ കേശവന്റെ പിള്ളേര് വന്ന് സമരം നടത്തി വീണായോടിന്റെ കൈ മുറിച്ചു. അത് പക്ഷെ 4 ദിവസം മുമ്പ് കയ്യിൽ പാടുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടവർക്ക് അതിന്റെ കാര്യങ്ങള് കുറച്ചുകൂടി മനസ്സിലാവാന്ന് പറഞ്ഞിട്ട് വീഡിയോ നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റും നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റും നോക്കട്ടെ. കല ഇതാണ് കേസ്. അതല്ല നിങ്ങൾ കണ്ടിരുന്ന, അതായത് കേസുവിന്റെ പിള്ളേര് വന്നത് ഇതാണ്. അവിടെ മുദ്രാവാക്യം പിടിച്ചോണ്ട് അവരും അല്ല മുദ്രാവാക്യം വിളിച്ചപ്പോ തന്നെ പോലീസുകാർ വന്ന് ചുറ്റുകൂടുണ്ട്. ഇപ്പൊ ഈ തുറപ്പൂര പറയല്ലേ, ഈ പാവപ്പെട്ട രണ്ടാൾക്കാരെ പിടിക്കാനാണ് ഈ കണ്ട പോലീസുകാർ മൊത്തം വന്നു പറഞ്ഞത്. അതേ ഒരു സമ്പ്രദായമാണ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും പരിക്കേൽപ്പിച്ചായിട്ട് കാണിക്കണമില്ല. കണ്ട വീണായോട് വെല്ലുവിളിക്കുന്നുണ്ട് അവരെ, ആ സമരക്കാരെ. കാരണം പോലീസ് മാറിയിട്ട് പറഞ്ഞു മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും സമ്മതിക്കല്ല. വീണായോട് അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതാണ് കാര്യം. കണ്ട അവിടെ മര്യാദയ്ക്ക് പ്രതിഷേധിക്കുന്നവരുടെ വീണായോടിന്റെ പരാക്രമമാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് പേര് വാങ്ങി വന്നു. അപ്പൊ അങ്ങനെ ഇതിലാണ്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന വരവില്ല. ആ പിള്ളേരെ അവിടെ പുറത്തുനിന്ന് സമരം ചെയ്യണ്ടേ, അത് ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവിടെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നില്ല. അങ്ങനെയാണെങ്കിൽ വരണ വഴിക്കുന്നാണ് ഇപ്പൊ വീണായോട്ട് വന്നത്. വരണ വഴിക്ക് കേസുവിന്റെ പിള്ളേര് വന്ന് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംഭവം കഴിഞ്ഞിട്ട് എന്റെ വീണായോട്ട് ഇത്ര പ്രകോപിതമാണ്. കണ്ട ആ സംഭവം കഴിഞ്ഞിട്ടാണ് ഇത്ര പ്രകോപിതമാണത്. ആ സംഭവം കഴിഞ്ഞിട്ടാ നോക്കി. കണ്ട ഇതൊക്കെ പരിക്ക് പറ്റിയതാണോ? ഇതൊക്കെ പരിക്ക് പറ്റിയതാണോ ഈ പ്രകോപിതമാണത്? കണ്ട അവർ തല്ലാൻ പോണോ? അറിഞ്ഞു അവ മാറ്റി മാറണോ?
മാറി 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 എന്തൊക്കെയല്ലേ നാടകങ്ങള്, എന്തൊക്കെയല്ലേ. ആ മിനിസ്റ്റർ കോളി ആണെന്ന് കഥ CM എണീറ്റു. അപ്പൊ CM തന്നെയാ, അപ്പൊ CM തന്നെ വിളിച്ചേ. കയ്യിലിരിക്കുന്ന ഫോൺ iPhone 17 Pro ആണ്. അതൊക്കെ അവരുടെ ഇഷ്ടം. iPhone 17 Pro ആണ് കയ്യിലിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ കംപ്ലൈന്റ് പറയും. എന്തൊക്കെ നാടകങ്ങളല്ലേ. ഇതിന്റെ കാര്യം മനസ്സിലായ? ഇപ്പൊ ഈ നാടകങ്ങള് കളിക്കാനുള്ള കാര്യം ഞാൻ വേറൊരു കൂട്ടം കരുത്തരാം. അത് ഇപ്പൊ എവിടുന്നോ കിട്ടിയതാണ്. ആ ഫോട്ടോ നോക്കുകയാണെങ്കിൽ അതേനാ, ഇതാണ് ആ ഫോട്ടോ, ഇതാണ് ആ ഫോട്ടോ. ഇത് വലുതാക്കി കാട്ടാൻ വീണ ജോർജിന്, കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേരള സ്കൂൾ കലോത്സവത്തിന് മോണോ ആക്ടിങ്ങിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് അഭിനന്ദിക്കാൻ കഴിയില്ല, ഇന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു. എന്റെ പൊന്നോ, അപ്പൊ എത്ര ഉള്ളു. ഇതൊക്കെ എന്താ ഈ ഇലക്ഷനെ പഠിക്കൂല, അതിൻ്റെതായ ഒരു രീതിയിലാന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? എനിക്ക് തോന്നല. അതായത് അവിടെ ഇങ്ങനെ പരിക്ക് പറ്റാൻ മാത്രമുള്ള ഒരു കയ്യാങ്കളിയൊക്കെ അവിടെ നടന്ന അത് CCTV, മറ്റേ റെയിൽവേയുടെ CCTV, CRPന്റെയോ എന്തോ CCTV വരണു എന്നൊക്കെ അത് കിട്ടിയിട്ട് വേണം നോക്കാന്നൊക്കെ പറയണത് കേട്ടായിരുന്നു. അറിയാൻ പാടില്ല അതിനെ കുറിച്ചൊന്നും. എന്തായാലും വരട്ടെ. എന്തായാലും മോണോ കലാത്തിലായിരുന്നോ അറിയാൻ പാടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ. ഇനിയിപ്പോ ഇലക്ഷൻ എടുത്തില്ലേ, അപ്പൊ പിന്നെ കാട്ടാവുന്നൊക്കെ കാണിച്ചു കൂട്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് വേറൊരു സ്ഥലം അത് പിന്നെ പോട്ടെ, അത് ഞാൻ പറയാനുള്ള, ഞാൻ പ്രതികരിക്കാനൊന്നും ശരിയാവില്ല. എന്തായാലും ഇതൊക്കെ നാടകം തന്നെയാണ്. അത് പൂർണ്ണമായും നല്ല ബോധ്യമുണ്ട്. ശരി.